ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാടൻ മട്ടൻ കറിയുടെ റെസിപ്പി ആയി. ഒരു കുക്കർ ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിൽ ആഡ് ചെയ്യുക. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം തക്കാളി, ഉള്ളി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്യുക. അതിനുശേഷം പെട്ടെന്ന് ഉള്ളി, തക്കാളി എന്നിവ വാടാനായി അതിലോട്ട് ഉപ്പ് ചേർക്കുക. എന്നിട്ട് കുക്കർ മൂടി വെച്ച് 3 വിസിൽ വരെ അടിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഇനി മസാല കൂട്ടുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാല ഒന്ന് മൂക്കുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായി ഗരം മസാല 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസാല നല്ലവണ്ണം വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ മട്ടനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ വഴന്നു വന്ന മസാലയിലോട്ട് നമുക്ക് ഇനി മട്ടൻ കുറച്ചായി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം അതിലോട്ട് അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് മട്ടൻ കുക്കറിൻ്റെ അടിയിൽ പിടിക്കുന്നത് പരമാവധി കുറയാനും അതുപോലെ തന്നെ മട്ടൻ നന്നായിട്ട് വേവാനും സഹായിക്കുന്നു. ഇത് നല്ല ഇളയ ആടായതുകൊണ്ട് തന്നെ ഇവ 3 മുതൽ 4 വിസിൽ വരെ അടിച്ചാൽ മതിയാകും. എന്നാൽ മൂപ്പ് കൂടിയ ആടാണെങ്കിൽ അതിന് 5 മുതൽ 6 വിസിൽ വരെ വേണ്ടി വന്നേക്കാം. ഓരോ മട്ടൻ്റെയും മൂപ്പിനനുസരിച്ച് നമുക്ക് വിസിൽ വ്യത്യാസം വന്നേക്കാവുന്നതാണ്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എരിവ് കുറവായതിനാൽ 1 ടീസ്പൂൺ കൂടെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി വിസിലടിപ്പിക്കാൻ വെക്കാവുന്നതാണ്. 4 വിസിലുകൾക്ക് ശേഷം മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ ഗ്രേവി ഒന്ന് കട്ടി കൂടാൻ 2 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം മല്ലിയില കൂടിയിട്ട് നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you for watching.